ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ എന്നത്തെയും പോലെ എൻ്റെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ വേഗം തന്നെ ചായയിലേക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, ചോറിനുള്ള വെള്ളവും മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട കുടിവെള്ളവും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചായയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മളെ ഉച്ചക്കേക്കുള്ള കറീൻ്റെ പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. കാരണം ഏട്ടന് ഫുഡെല്ലാം കൊണ്ടുപോകണം, അതുകൊണ്ട് വേഗം തന്നെ അതിൻ്റെ പരിപാടിയാണ്. തലേന്ന് തന്നെ ചെമ്മീനും ചിക്കനും വാങ്ങിയിട്ടുണ്ടായിന്, അതുമെല്ലാം ഞാൻ മാഗ്നേറ്റ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് പെരക്കി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇഡ്ലിക്കുള്ള മാവ് അരച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ഒരു ദിവസം ഇഡ്ലിയും ഒരു ദിവസം ദോശയായിട്ടാണ് കേട്ടോ ചുടൽ. അപ്പം വേഗം തന്നെ നമ്മൾ ചെമ്മീൻ കറി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോലത്തെ വീട്ടമ്മമാരായാലും ജോലിക്ക് പോകുന്നവരായാലും എല്ലാം ഇങ്ങനെ തലേന്ന് തന്നെ മീൻ കട്ട് ചെയ്യലും തേങ്ങ ചിരകി വെക്കൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളെല്ലാം ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അഥവാ എണീക്കാൻ കുറച്ച് ഒന്ന് ലേറ്റായി പോയിട്ടുണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണികളെല്ലാം ഒന്ന് ഒരു സമയം ലാഭിക്കാം. അപ്പോൾ ഇതാ വേഗം തന്നെ നമ്മളെ ചെമ്മീൻ കറി അടുപ്പത്താക്കേണ്ട തത്രപ്പാടിലുള്ളത് ഞാൻ. അതിലേക്ക് നമ്മളെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങയരച്ച ചെമ്മീൻ കറിയാണ് കേട്ടോ ഇപ്പം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ, നല്ല ടേസ്റ്റി കറിയായിരിക്കും. പ്രത്യേകിച്ച് ചെമ്മീനാണെന്നല്ലോ, പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതൊന്നെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ പച്ചമുളകും തക്കാളിയെല്ലാം ഇങ്ങനെ കൈനെ കൊണ്ട് തേങ്ങയരച്ച കറിയിലുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ഒന്ന് കൈനെ കൊണ്ട് നല്ലോണം ഒന്ന് ഞെരടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേ. പിന്നെ ഇതാ വേഗം തന്നെ ഞാൻ നമ്മളെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം രാവിലെ തന്നെ വേഗം അങ്ങ് അരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല, അത് അവിടെ നിന്ന് അങ്ങനെ വെന്തോളും. അപ്പോൾ തലേന്ന് സന്ധ്യക്ക് ഇടമക്കൾക്ക് ദോശയാണ് ചുട്ടിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് ഇഞ്ചിക്കറി ഞാൻ ആക്കിയിട്ടുണ്ടായിന്, ഇഞ്ചിക്കറി ചട്നി എന്നെല്ലാം ഓരോ ഭാഗത്ത് പറയും, നമ്മൾ ഇഞ്ചിക്കറി എന്നാട്ടാ പറയുക. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ രാവിലെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ആക്കിയിട്ടില്ലേ, അതൊന്ന് ഞാൻ വേഗം ചൂടാക്കിയിട്ട് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ അത് അപ്പുറത്ത് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ കൂടെ തന്നെ വേഗം ദോശയും അങ്ങ് ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ആളായിട്ട് എണീറ്റ് വരുന്നുണ്ട്. തേജൂട്ടൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ചായക്ക് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതങ്ങനെ ചുട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വറവിടണേ. അപ്പോൾ അതിനുള്ള പാത്രം ഞാൻ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചെമ്മീൻ കറിയിലേക്ക് ഒന്ന് വറുത്തിടണേ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുകും കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇടുക. അപ്പോൾ നമ്മളെ ചെമ്മീൻ കറിയാണെന്ന് മനസ്സിലാവൽ ഈ ഒരു വറവിലൂടെയാണ് കേട്ടോ. ആ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും. ഈ ഒരു നമ്മളെ ഉള്ളിയിലൊന്ന് ചൂടായി മൂത്ത് വരുമ്പം ആ ഒരു സ്മെല്ല് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുകൂടാണ്ട് നമ്മളെ മാങ്ങയിലിട്ടിട്ട് പുളിക്ക് പകരം മാങ്ങയിലിട്ടിട്ട് ചെമ്മീൻ കറി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സെറ്റ് ഒന്നും പറയണ്ട. അപ്പോൾ ഇതാ വേഗം തന്നെ നമ്മളെ പൊരിച്ചതും കൂടി അടുപ്പത്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കേക്കുള്ളത് മാത്രമേ ഞാൻ പൊരിക്കുന്നുള്ളൂ, നൈറ്റിലേക്കുള്ളത് അന്നേരം പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ അതിലിടയിൽ ഞാനൊരു ചെറിയ കോട്ടപ്പയർ വറവും കൂടി ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസെല്ലാം എടുത്തിട്ട് അത് ഓണാക്കി വെക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ഏട്ടനുള്ള ഫുഡ് വിളമ്പുന്നുണ്ട്. അപ്പോൾ ചോറെല്ലാം വിളമ്പി കഴിഞ്ഞാൽ പറഞ്ഞത് ഒരുപാടുണ്ട്, നീ എന്തിന് ഇത്രപാട് വിളമ്പീനെന്ന് അങ്ങനെ എപ്പോഴും പറയൽ. ചോറെല്ലാം ഇപ്പം പരമാവധി കുറച്ചിട്ടാണ് കേട്ടുള്ളത്. തന്നെ പോലെ തന്നെ അതെല്ലാം കഴിക്കലെല്ലാം ഇപ്പം കമ്മിയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല കെട്ടാൻ അറിയില്ലേ, ഞാൻ എത്ര കളിച്ച് കഴിഞ്ഞാലും എനിക്കാവില്ല. അപ്പോൾ അഥവാ ഞാൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചോറ് തിന്നാനിരിക്കുമ്പോൾ അത് 4 ഭാഗത്തുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെടയില്ല, ഏട്ടനാണ് കേട്ടോ ചെയ്യൽ. പല ദേവൂട്ടിന് പല്ല് തേക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എടുക്കുക, എൻ്റെ അപ്പുറം തന്നെ തേക്ക്. ചില വാശികൾ എണീറ്റപ്പാടുണ്ടാവേ. അപ്പോൾ ഇതാ വേഗം ഓൻ്റെപ്പുറം തന്നെ ഞാനും ബ്രഷ് ചെയ്യുന്നുണ്ട്. പിന്നെ വേഗം തന്നെ അകത്ത് വന്നിട്ട് ഇതാ മുകളിലൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിയല്ലേ, അതുകൊണ്ട് ഞാനെല്ലാം ഓൻ്റെ കാര്യങ്ങളെല്ലാം തേക്കലും കുളിപ്പിക്കലെല്ലാം ഒറ്റക്ക് തന്നെയാണ്. തേക്കുമെല്ലാം ചെയ്യും, ഒറ്റക്ക് തന്നെ തേക്കും. നല്ല വൃത്തി തന്നെയായിരിക്കും തേച്ച് കഴിഞ്ഞാലെല്ലാം പല്ലെല്ലാം കാണാൻ നല്ല നീറ്റുണ്ടാവും. എന്നാലും പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാ തേജൂട്ട് എല്ലാം ചായ കുടിയും എല്ലാം കഴിഞ്ഞിട്ട് ടാറ്റയെല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേജു ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് റോഡിൽ എത്തുന്നത് വരെ അമ്മയെ പോട്ടെ, ടാറ്റ, അമ്മമ്മയെ പോട്ടെ എല്ലാവരോടും ഓന് പറയണം. അതൊരു സമാധാനം ഉണ്ടാവില്ല. അച്ഛാ പോട്ടെ, അച്ഛൻ കിടക്കുന്നതായിരിക്കും, എന്നാലും ഓന് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ID കാർഡ് എടുക്കാൻ വിട്ടുപോയിട്ട് എൻ്റെ ദേവൂട്ടൻ്റെ ഇത് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി. ഇനിയിപ്പോൾ അടുത്തത് ദേവൂട്ടൻ്റെ സമയമാണ്. അപ്പോൾ ദേവൂട്ടൻ ഇതാ എൻ്റെ അടുത്തെല്ലാം വന്നിട്ട് ഓരോന്ന് പറയുന്നതാണ്. ഇനിയിപ്പോൾ വേഗം ഓന് ചായ കൊടുക്കണം. ദേവൂട്ടന് പിന്നെ എപ്പം വണ്ടി ഒരു 2 മിനിറ്റ് ഹോൺ അടിക്കണം, എന്നാലും ഓന് സമാധാനമാവുള്ളൂ. എത്ര നേരത്തെ വിളിച്ചു കഴിഞ്ഞാലും ആ ഒരു സമയം തിരക്കിട്ടിട്ട് ഓടിയിട്ടില്ലെങ്കിൽ ദേവുവിനൊരു സമാധാനം ഉണ്ടാവില്ല. വേഗം തിന്നു പോനെന്ന് പറഞ്ഞാലൊന്നും ഉണ്ടാവില്ല. TV കണ്ടിട്ടോ അല്ലെങ്കിൽ ഫോൺ കണ്ടിട്ടോ ഇങ്ങനെ ലേറ്റാക്കും.
അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് വേഗം ഒന്ന് ഇവനെല്ലാം പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് എൻ്റെ ഭാഗത്തേക്ക് പോവാൻ. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. കാരണം അവിടെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കെങ്കിലും വർക്കൗട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും വർക്കൗട്ടെല്ലാം ചെയ്ത് മുഖമെല്ലാം കഴുകിയിട്ട് പോവും, പിന്നെ ഞാൻ ഒറ്റക്കായി പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഓടിച്ചാടി അവിടെ എത്താൻ ശ്രമിക്കലാണ് കേട്ടോ. ദേവൂട്ടൻ്റെ വണ്ടി വന്നിട്ട് ദേവൂട്ടൻ പോയേ. ഞാനിത് 2 മിനിറ്റ് സോഫയിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് കേട്ടോ അമ്മേനെ വിളിക്കലും എന്തെങ്കിലും മെസ്സേജെല്ലാം ഉണ്ടെങ്കിൽ റീപ്ലൈ കൊടുക്കലും അങ്ങനെയുള്ള പരിപാടികളെല്ലാം. വേഗം തന്നെ ഇത് അടുക്കളയിൽ വന്നിട്ട് അടുക്കളയിലുള്ള പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനൊന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു നല്ല മടിയിലൊരു ദിവസമാണ്, അതുകൊണ്ട് ഞാനിതാ ലേറ്റ് ആവുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് മെഷീനോട് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കല്ലുമ്പം തന്നെയാണ് കേട്ടോ അലക്കൽ. എനിക്ക് കൂടുതൽ ഇഷ്ടം കല്ലിൽ അലക്കുന്നത് തന്നെയാണ്. എന്നാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നെ കുറേ ഓർഡറുള്ള ദിവസം അങ്ങനെയുള്ള സമയത്തെല്ലാം മെഷീനോട് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പോൾ നമ്മൾ പഴയ എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങൾ അതെല്ലാം സൂക്ഷിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. 2 പക്ഷികളും കൂടിയുണ്ട് എനിക്ക്. അപ്പം അവരോടെല്ലാം ഓരോ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്നുള്ള പരിപാടികളെല്ലാം നടത്തൽ, അലക്കലും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ അടുക്കള ഭാഗമാണ് കേട്ടോ. പിന്നെ ഇതാ ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഒരുപാട് പിന്നെ അത് നമ്മളെ കോമ്പൗണ്ടിലല്ല, അപ്പുറത്തായിട്ട് മരങ്ങളും ചെടികളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു അമ്പലമുണ്ട്, ചെറിയ തോടുണ്ട്, എല്ലാം ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. അപ്പോൾ ഇതാ നമ്മളെ തീപ്പറ്റിക്കേണ്ട ഓലയുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ വർക്കൗട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വളരെ വൈകി കിട്ടിയ ഒരു കൂട്ടാണ് കേട്ടോ ഷിജി. അപ്പോൾ ഷിജിനെയാണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് വർക്കൗട്ടിന് പോകുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ഇത്രയും ലേറ്റ് ആയത് എന്തേന്ന് ഞാൻ വിചാരിക്കലുണ്ട് നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.